ഷാജി രാഘവൻ വളരെ പ്രസക്തമായ നിരീക്ഷണമാണ് സമ്പത്തും അനിൽ ബോസ് നടത്തിയിരിക്കുന്നത്. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു ഡെപ്യൂട്ടി സ്പീക്കറെ പോലും വയ്ക്കാത്ത അത്രയും ജനാധിപത്യത്തെ കേന്ദ്രീകരിച്ചു കഴിഞ്ഞൊരു സംവിധാനമായിരുന്നു രണ്ടാം മോദി സർക്കാർ. അതിനെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി പോലും വിമർശിച്ചു. പക്ഷെ അപ്പോഴും ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ പോലും തെരഞ്ഞെടുത്തില്ല. ഇപ്പോൾ സ്പീക്കർ പദവി തന്നെ കയ്യിൽ BJPക്കുണ്ടോ എന്നൊരു സംശയത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. TDP ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ആ സ്പീക്കർ പദവി TDPക്ക് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇവിടെയാണ് നിങ്ങൾ വഴങ്ങാൻ പഠിക്കുകയാണോ ശ്രീ ഷാജി? അല്ല, ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം പരാജയപ്പെട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ആരെയൊക്കെയോ കൂട്ടി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു എന്നുള്ള നിലക്ക് ആ ചർച്ച പോകണത്. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, 2010 സമ്മതിച്ചു, ഇതൊരു പ്രീ പോൾ അലയൻസ് ആണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഒരു സംശയം, ഒരു സെന്റൻസ് പൂർത്തീകരിക്കാൻ താങ്കൾ സമ്മതിക്കും. തീർച്ചയായിട്ടും ആരോഗ്യകരമായ പ്രതിപക്ഷമായിട്ടാണ് എന്റെ തുടക്കത്തിലെ ഇപ്പോഴും ഇടപെടുന്നു. അയ്യോ ഇത് ഷാജി അങ്ങനെ കരുതരുത്. ഇത് ഇനി വരാൻ പോകുന്ന പാർലമെന്റിന്റെ രൂപമായിട്ട് കണക്കാക്കി മതി. ചോദ്യങ്ങളുണ്ടാവും സ്വാഭാവികമായും. അത് ഞാൻ അങ്ങനെ സഹായിക്കാൻ കൂടി ചോദിച്ചത്. അതായത് ഈ പ്രീ പോൾ അലയൻസ് എന്ന് നരേന്ദ്രമോദി പറയുന്നു. പക്ഷേ അപ്പോഴും 2019 നിങ്ങൾ ഈ രണ്ടാം പിണറായി സർക്കാർ രൂപീകരിക്കുമ്പോൾ TDP നിങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ 2023 വരുമ്പോൾ എങ്ങനെയാണ് TDP JDU വന്നതൊക്കെ നമുക്കറിയാം. അതുകൂടി മുന്നിൽ വെച്ചുകൊണ്ട് ചോദിച്ചാൽ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാവുമെന്നാണ് ചോദ്യം. സ്ട്രെയിറ്റാ താങ്കൾ പറഞ്ഞു, ഞാൻ ഇടപെടില്ല. 2 മിനിറ്റ്. അല്ല, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഞാനതാണ് സൂചിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഞങ്ങളൊരു മുന്നണി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായത്. ഈ രാജ്യത്ത് പല മുന്നണികൾ ഉണ്ടാകുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഒരേ മുന്നണിയാണോ? കേരളത്തിൽ തന്നെ മുന്നണി സംവിധാനങ്ങൾ നമ്മുടെ കേരള പിറവിക്ക് ശേഷം ഉണ്ടായ മുന്നണികളൊക്കെ തന്നെ ഒരേ പാറ്റേണാണോ? അല്ലല്ലോ. മുന്നണികൾക്ക് മാറ്റം ഉണ്ടാവും, നിലപാടുകൾക്ക് മാറ്റം ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവരിപ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട 2 സുഹൃത്തുക്കളും പറഞ്ഞ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇത് വ്യാപകമായി ചർച്ച ചെയ്തതാണ്. നമ്മളുൾപ്പെടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഡോക്ടറിന് ഈ വിഷയം ഇതേ ചാനലിരുന്നിട്ട്. ഇതൊക്കെ കേട്ടിട്ടാണ് ജനങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ വോട്ട് ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യം കണ്ട പ്രത്യേകത എന്താ? ഞാൻ സമ്മതിച്ചല്ലോ, 2-3 സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് പരാജയം നേരിട്ടു. ആ പരാജയം എന്ന് പറയുന്നത് കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ CPM പല സംസ്ഥാനങ്ങളിൽ പരാജയപ്പെട്ടതുപോലെയല്ല. അവിടെയൊക്കെ തന്നെ ആയിക്കോട്ടെ, അവിടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടി ആരാണ്? ഡോക്ടർ അരുൺ. ഉത്തർപ്രദേശിലാരാ? കോൺഗ്രസും CPM-ഉം തെരഞ്ഞെടുപ്പിന് ശേഷം ചില സംസ്ഥാനങ്ങളിൽ നാമാവശേഷം ആകുന്നത് പോലെയാണോ ഉത്തർപ്രദേശ്, ഹരിയാന? ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യത്തിൽ ഞങ്ങൾ ഈ മാൻഡേറ്റിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ കക്ഷി ആരാ? ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയല്ലേ മത്സരിച്ചത്? എവിടെ? ഉത്തർപ്രദേശിൽ. അല്ല, അത് ഞാൻ ചോദിച്ചത് ഉത്തർപ്രദേശിൽ ഏറ്റവും വലിയ പാർട്ടി ഏതാന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു ഭാഗത്ത് ഇന്ത്യ മുന്നണി ഒരു ബ്ലോക്കായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സീറ്റ് ചർച്ചയിൽ അങ്ങനെയല്ലേ? അല്ല, അപ്പൊ ഞാൻ ഡോക്ടർ അരുൺ ചർച്ചയിൽ താങ്കളും എൻ്റെ സുഹൃത്തുക്കളും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെട്ടു പോയെന്നൊരു ചിത്രമാണ് നിങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് അങ്ങനൊരു സാഹചര്യം ഈ രാജ്യത്തില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ മുന്നണി ഉണ്ടാക്കുമ്പോൾ പാർട്ടികൾ തമ്മിൽ കൃത്യമായ ധാരണയുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സ്വാഭാവികമായും കോർഡിനേഷൻ കമ്മിറ്റിയിൽ കൃത്യമായിട്ടുള്ള ഒരു മിനിമം പ്രോഗ്രാം നിശ്ചയിക്കപ്പെടും. അതിൻ്റെ ഫോക്കസ് എന്താണെന്ന് പോലും കൃത്യമായിട്ട് പ്രധാനമന്ത്രി ഇന്നത്തെ പ്രസംഗത്തിലും നമ്മൾ മനസ്സിലാക്കണം. കൗണ്ടിങ്ങിന് ശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈ പറയുന്ന NDA നേതാക്കന്മാർ കൂടി അവിടെ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. ആ പ്രമേയത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ പറയുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഗവൺമെൻറ് രാജ്യത്തെ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ വികസന പദ്ധതികൾ ഉൾപ്പെടെ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, രാജ്യത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും സംരക്ഷിക്കുന്ന നിലപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പ്രമേയമാണ് അവിടെ പാസ്സാക്കിയത്. അതിൽ ഈ പറയുന്ന TDP-യും ഉണ്ട്, ഈ പറയുന്ന എല്ലാ ഘടകകക്ഷികളും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ധാരണയുടെ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഞങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്നില്ല. അഗ്നിവീർ പദ്ധതി നിലവിലുള്ള രീതിയിൽ പിൻവലിക്കേണ്ടി വരുമല്ലോ. 15 വർഷത്തേക്കെങ്കിലും മിനിമം നിയമനം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. അത് BJP-യുടെ പ്രഷർ അല്ലല്ലോ, ഇന്ത്യ മുന്നണിയും JDU-യും ഒക്കെ നൽകുന്ന പ്രഷറാണല്ലോ. അപ്പോൾ വഴങ്ങുകയാണ് നിങ്ങൾ, വഴങ്ങാൻ പഠിക്കുകയാണ്. ഞാൻ മോശം അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. വഴങ്ങാത്തത് വലിയ ഗുണകരമായ ഒന്നല്ല ജനാധിപത്യത്തിൽ. അല്ല സാർ,
അല്ലല്ല, ഈ നാളെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടക്കാൻ പോകുന്ന ഗവൺമെന്റ് എടുക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി നമ്മളിപ്പോൾ ഒരു ചർച്ച എത്ര അപക്വമായി നമുക്ക് ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. കെ സി ത്യാഗി ഇപ്പോഴും പറയുന്നത് എന്താണ്? ഇത് അനുവദിക്കില്ല, ഈ സംവിധാനം അനുവദിക്കില്ല. ചർച്ച ചെയ്യാം, ചർച്ച ചെയ്യുമ്പോൾ അനുവദിക്കില്ല, അല്ലെങ്കിൽ ഇത് മാറ്റേണ്ടി വരും എന്നുള്ളൊരു മുൻവിധിയിൽ നമുക്ക് അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും. ചർച്ചയാവാം, ചർച്ച നമുക്ക് നടത്താൻ ഈ ജനാധിപത്യത്തിൽ ചർച്ച വേണമല്ലോ, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിന്റെ